നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല എന്നുണ്ടെങ്കിൽ എന്ത് അടിപൊളിയായി കാരല്ലേ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ നമ്മളെ ലേണിംഗ്, മെമ്മറി, ഫോഗറ്റിങ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറ്റ് ഈസ് ഹാർഡ് വയർഡ് ഫ്രം ബർത്ത്. അതായത് നമുക്ക് ജന്മന കിട്ടുന്നതാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഐ വാസ് കിഡിങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഒരു കാര്യമില്ല. ആക്ച്വലി യു ക്യാൻ ചേഞ്ച് യുവർ ബ്രെയിൻ. ഞാൻ CA ഇൻ്ററിലൊക്കെ കോർപ്പറേറ്റ് ലോ പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ എങ്ങനെ പഠിച്ചെന്ന് വെച്ചാൽ അതിലെ ഓരോ വാക്കുകളും അതുപോലെ തന്നെ എനിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് പഠിച്ചിരുന്നത്. ഞാൻ വായിക്കും, വീണ്ടും വായിക്കും, വീണ്ടും വായിക്കും, വീണ്ടും വായിക്കും, അങ്ങനെ വായിച്ച് ആ ഫുൾ സെക്ഷനും അതുപോലെ തന്നെ മനസ്സിൽ പതിയുന്ന രീതിയിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമിനൊക്കെ പോകുമ്പോൾ എൻ്റെ ബ്രെയിൻ ഫുള്ളായ മാതിരി എനിക്ക് തോന്നലുണ്ട്. അതായത് ഫുള്ള് കേസ് ലോസും ഫാക്റ്റും കൺക്ലൂഷനും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കാണാപ്പാടം പഠിച്ചുകൊണ്ട് തന്നെ ഇനി സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ തോന്നലുണ്ട്. പക്ഷേ നമ്മളെ ബ്രെയിനിൽ ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. അതായത് ഡിജിറ്റൽ ടേംസിൽ പറയാന്നുണ്ടെങ്കിൽ മില്യൺസ് ഓഫ് GB സ്റ്റോറേജ് ഉണ്ട്. നമ്മളെ മൊത്തം ലൈഫിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. ഇത്രയും കപ്പാസിറ്റി ഉണ്ടായിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? കുറച്ച് ബയോളജി അല്ലെങ്കിൽ കുറച്ച് ഹിസ്റ്ററി, കുറച്ച് ലോ ഒക്കെ പഠിച്ചാണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ബ്രെയിൻ എന്തുകൊണ്ടാണ് ഫുള്ളായ പോലെ ഫീൽ ചെയ്യണത്? അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ദ സയൻസ് ഓഫ് ലേണിംഗ്, മെമ്മറി ആൻഡ് ഫോഗറ്റിംഗ്. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകളും. ഇപ്പം ഞാൻ പഠിക്കുന്ന രീതിയിൽ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ ബ്രെയിൻ ഫുള്ളായ പോലെ തോന്നലില്ല. അതെന്താണെന്നും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ആദ്യം തന്നെ ലേണിങ്ങിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്താണ് ഫോഗറ്റിംഗ് ഈസ് എ ഫീച്ചർ, നോട്ട് എ ബഗ്. പല ആൾക്കാരും വിചാരം എന്താ വെച്ചാൽ ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് മറന്നു പോകുമ്പോൾ എനിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് അല്ലെങ്കിൽ എനിക്ക് മെമ്മറി മര്യാദക്കില്ല, ഞാൻ ജന്മന അങ്ങനെയാണ്, എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് തീരെ ഓർമ്മശക്തി ഇല്ല എന്നൊക്കെയുള്ള ചിന്തയാണ്. പക്ഷേ ഫോഗറ്റിംഗ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചത് നമ്മൾ മറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ ബ്രെയിന് മര്യാദക്ക് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫോഗറ്റിങ്ങിൻ്റെ മെയിൻ 2 ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഒന്ന് ആക്റ്റീവ് ഫോഗറ്റിങ്ങും, രണ്ടാമത്തെ പാസീവ് ഫോഗറ്റിങ്ങും. ആക്റ്റീവ് ഫോഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു ഇൻഫോർമേഷൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ തന്നെ അവിടേക്ക് വരണം, ബാക്കിയുള്ളത് വരാൻ പാടില്ല. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാരുടെ പേര് ഒരേ സമയം നിങ്ങളെ മനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, മെമ്മറിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ബ്രെയിൻ അവിടെ ആക്റ്റീവ്ലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫോഗറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് ആ ഇൻഫോർമേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ മറക്കുന്നത് കൊണ്ടാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണത്, ക്ലിയർ ആയിട്ട് പറയാൻ പറ്റണത്. അത് ഒന്നാമത്തത് ആക്റ്റീവ് ഫോഗറ്റിങ്ങിൻ്റെ പ്രത്യേകത. രണ്ടാമത്തത് പാസീവ് ഫോഗറ്റിങ്. അതായത് നമ്മൾ കുറച്ച് കാലം ഇങ്ങനെ കഴിയുമ്പോൾ ഒരു സാധനം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മറന്ന് പോകുന്നു, ഡീക്കേ ആയി പോകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു ചീത്ത സംഭവമാണെന്നുള്ളത്. പക്ഷേ ആക്ച്വലി നമുക്ക് ആ ഒരു ഫോഗറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളൊരു സംഭവം പഠിച്ചത് കുറച്ച് കഴിയുമ്പോൾ മറക്കുമ്പോൾ പിന്നീട് നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ റീകോൾ ചെയ്തുകൊണ്ട് അതിന് എടുക്കുമ്പോഴല്ലോ അത്യാവശ്യം എഫേർട്ട് ഉണ്ടാവും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ നമ്മളെ മെമ്മറിയിൽ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ഡീപ്പായിട്ട് സ്റ്റോർ ചെയ്യും. ഇഫ് വി റിമെമ്പർ എവറിത്തിങ് വി ഷുഡ് ഓൺ മോസ്റ്റ് ഒക്കേഷൻസ് ബി ആസ് ഇൽ ഓഫ് ആസ് ഇഫ് വി റിമെമ്പേർഡ് നത്തിങ്. വില്യം ജെയിംസ്, അമേരിക്കൻ സൈക്കോളജിസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളിപ്പോൾ ഒരു സ്പെല്ലിംഗ് കോമ്പറ്റീഷന് പോകണമെന്ന് വിചാരിക്കാം. അതായത് നിങ്ങളോട് ഓരോ വാക്കുകൾ ചോദിക്കും, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സ്പെല്ലിംഗ് പറയണം. അവിടെ പോലെ ഇല്ലൂഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ സ്പെല്ലിംഗ് ചോദിച്ചു. സിമ്പിൾ വാക്കാണ്, നല്ല ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ആ ഇല്ലൂഷൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഡിലൂഷൻ, അലൂഷൻ, ഇല്ലൂഷൻ ഈ 3 വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് ഒരേ സമയം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇപ്പോൾ ഡിലൂഷൻ്റെത് DELUSION ആണ്, അലൂഷൻ്റെത് ALLUSION ആണ്, ഇല്ലൂഷൻ്റെത് ILLUSION ആണ്. അപ്പോൾ ഇത് 3 കൂടി കമ്പൈൻ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അതിന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാം എത്രത്തോളം ഉപകാരമുള്ള സാധനമാണ് ഫോർഗറ്റിംഗ് എന്നുള്ളത്. ഇനി രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമാണ് മാസ്ഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ ക്രാമിങ്ങിനെ കുറിച്ച്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മിസ്റ്റേക്ക് കയറാം. നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് റീഡ് ചെയ്യും, പിന്നെ റീഡ് ചെയ്യും, പിന്നെ റീഡ് ചെയ്യും. അതങ്ങനെ അച്ചടിച്ചതുപോലെ പറയാൻ പറ്റുന്ന വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെയാണ് മാസ്ഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ ക്രാമിങ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടല്ലോ, നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സാധാ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന കവർ. ഈ കവറിൽ നമ്മളിങ്ങനെ കല്ലുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ്ടാവുക, കുറച്ച് നേരമൊക്കെ ആ ഒരു കവർ ഏകദേശം ഫില്ലാവണവരൊക്കെ ഇങ്ങനെ ഹോൾഡ് ആവും. പിന്നെ നമ്മളതിങ്ങനെ വെയിറ്റുള്ള കല്ലുകൾ ഇടുന്നതിനനുസരിച്ച് ലാസ്റ്റ് അടിയിൽ കീറിയാണ്ടെല്ലാം ചാടി പോലും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ക്രാം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. കുറച്ച് നേരം ആ ഒരു ഇൻഫോർമേഷനൊക്കെ എന്ത് ചെയ്യും, ടെമ്പററി ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ സൂൺ എവറിത്തിങ് വിൽ ഫോൾ ഔട്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ +2 പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനൊക്കെ രാത്രി ഫുള്ള് ഉറക്കം വെച്ചാണ്ട് കാണാപ്പാടം പഠിച്ചാണ്ട് പോവുക. അതിൽ എനിക്ക് നല്ല മാർക്കുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ആ എക്സാമിന് എഴുതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഈ ക്രാമിംഗ് അല്ലെങ്കിൽ മാസ്ഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് വരുന്ന 4 പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മളൊരു സാധനം ഇങ്ങനെ വായിച്ച് അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുമ്പോൾ അതിന് നല്ല ടൈം എടുക്കും, റൈറ്റ്. രണ്ടാമത്താണ് ഇറ്റ് ഡസൻ ക്രിയേറ്റ് ഡ്യൂറബിൾ മെമ്മറി. ഞാൻ നേരത്തെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മൾ സ്റ്റോൺസ് ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ചാടി പോകുന്നുള്ളത്, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ക്രാമിംഗ് എന്ന് പറഞ്ഞു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ക്രാം ചെയ്യുമ്പോൾ മെയിനായിട്ട് ഇൻഫോർമേഷനൊക്കെ നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണുള്ളൂ, ലോങ് ടേമുക്ക് പോകണില്ല.
അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ എന്താ വെച്ചാൽ ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഇല്യൂഷൻ ഓഫ് ഫ്ലുവൻസി. അതായത് ഒരേ ടെക്സ്റ്റ് തന്നെ ഒരേ പാരഗ്രാഫ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വായിക്കുമ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് ഫെമിലിയർ ആവും. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ടെക്സ്റ്റ് നമ്മൾ വായിച്ച് നമുക്ക് എന്താവും, വെള്ളം പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ആ സംഭവം നല്ലോണം അറിയാമെന്നുള്ളത്. ആസ് പെർ സെക്ഷൻ 139 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 എ പേഴ്സൺ ഷാൽ നോട്ട് ബി എലിജിബിൾ ടു ബി അപ്പോയിന്റ് ആസ് എൻ ഓഡിറ്റർ ഇഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുള്ള് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലെന്താ പറയണം എന്നുള്ള കൺസെപ്റ്റ് ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. അതും ക്രാമിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. ഇനി നാലാമത്താണ് നമ്മൾ ഡ്യൂറബിൾ മെമ്മറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ടേമിൽ ഇത് റിവാർഡ് തരും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊരു ഇല്യൂഷൻ ഉണ്ടാവും ഇത് നല്ല സംഭവമാണെന്നുള്ളത്. അതായത് ഇപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഫുള്ള് ഉറക്കം ഒഴിച്ചാണ്ട് കുറേ സംഭവം പഠിച്ചു, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഫുള്ള് പഠിച്ചു എന്നുണ്ടെങ്കിൽ നാളെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ എക്സാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ക്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണെന്നുള്ളത്, നല്ല ഉപകാരം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ആ ഒരു എക്സാം കഴിഞ്ഞോടുകൂടി കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ സാധനമൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോയിട്ടുണ്ടാവും. ബട്ട് ഡു യു വാണ്ട് ടു നോ വൺ ക്രേസി തിങ്? 80% കൂടുതൽ സ്റ്റുഡൻസും യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ക്രാമിംഗ് എന്ന് പറയുന്നത്. ക്രാമിംഗ് ഒരിക്കലും വർക്ക് ചെയ്യൂല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ അതൊരു ലാസ്റ്റ് റിസോർട്ടാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി നമുക്ക് അതായ ഓപ്ഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒരു കാര്യം നമുക്ക് ലോങ് ടേമിൽ ഓർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയുന്ന സംഭവങ്ങൾ ഏറ്റവും പുതിയ സംഭവങ്ങൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു സംഭവമാണ് എൻട്രോപ്പി എന്നുള്ളത്. അതായത് ടെൻഡൻസി ടുവേർഡ്സ് ഡിസോർഡർ. നമ്മൾ യൂണിവേഴ്സിലുള്ള എല്ലാ സംഭവങ്ങളും അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കെയോസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു പ്രിൻസിപ്പിൾ ഞാനൊരു സമ്മറി പറഞ്ഞാണ്. ഇത് നമ്മളെങ്ങനെ നമുക്ക് ഓൾറെഡി അറിയുന്ന സംഭവമായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളെ റൂമാണെന്നുണ്ടെങ്കിലും നമ്മളെ നോട്ട്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ട് അത് റിഫൈൻ ചെയ്തിട്ടില്ല, അത് അതിമ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ വീണ്ടും ഇങ്ങനെ എരപ്പായി ഇങ്ങനെ പോകുമ്പോൾ വീണ്ടും നമ്മൾ എടുത്തുകൊണ്ട് റെഡി ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ എരപ്പായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന സംഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള സാധനമാണ്. അതിനേറ്റവും ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഓർത്തിരിക്കാൻ സുഖമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ വർക്കിംഗ് മെമ്മറിയിൽ ഒരു കുറച്ച് സ്പേസേ ഉള്ളൂ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇൻഡിവിജ്വലായിട്ട് പഠിക്കുമ്പോൾ ആ ഓരോ സംഭവങ്ങളും ഓരോ ഇൻഡിവിജ്വലായിക്കാണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ കുറേ സംഭവങ്ങൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഓരോ സംഭവങ്ങളും നമ്മൾക്ക് ഓൾറെഡി അറിയുന്ന സാധനങ്ങളായിട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കണക്ഷൻസ് ഉള്ള ഈ ഒരു വലിയൊരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു വലിയ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ പറയാം, ഇതിനൊക്കെ നമ്മളെ ബ്രെയിൻ ഒരു ഒറ്റ ഇൻഫോർമേഷൻ ആയിക്കാണ്ട് ട്രീറ്റ് ചെയ്യുക ഈ കണക്ഷൻസ് ഉള്ളതെല്ലാം. അപ്പോൾ അതുപോലത്തെ കുറേ കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മിക്കാൻ കുറച്ചുകൂടി സുഖമാണ് റാദർ ദാൻ ഇൻഡിവിജ്വൽ കാണാപ്പാടം പഠിച്ച ഫാക്റ്റിനേക്കാൾ കൂടുതൽ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഫോഗറ്റിങ്ങിനെ കുറിച്ചുള്ളത് പറഞ്ഞു, ക്രാമിങ്ങിനെ കുറിച്ചും പറഞ്ഞു. ഇനി മൂന്നാമത്താണ് യുവർ ബ്രെയിൻ വർക്ക്സ് ലൈക്ക് എ കമ്പ്യൂട്ടർ ബട്ട് നോട്ട് എക്സാക്ട്ലി ലൈക്ക് എ കമ്പ്യൂട്ടർ. എന്താ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിലും നമ്മളെ സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും നമ്മളെ ശരീരമാണെന്നുണ്ടെങ്കിലും ഒരു ഗോൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിന് വേണ്ടിയിട്ടാണ് എനർജി ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ എനർജിയും അതിലേക്ക് വേണ്ടിയല്ലേ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു പെന്ന് നിലത്ത് വീണത് നമ്മൾ കണ്ടു, അപ്പോൾ അത് നമ്മൾ എടുക്കാൻ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മില്ലി സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെ ബ്രെയിൻ്റെ ഉള്ളിൽ ഒരുപാട് ന്യൂറോൺസ് ഫയർ ചെയ്യുന്നുണ്ടാവും. കറക്റ്റ് ഏതൊക്കെ മസിൽസ് കൺട്രാക്ട് ചെയ്യണം, ഏതൊക്കെ മസിൽസ് റിലാക്സ് ചെയ്യണം, എത്രത്തോളം പ്രഷർ അപ്ലൈ ചെയ്യണം ആ പെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് നമ്മൾ ബ്രെയിൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഫുള്ള് അതിന് ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യണം. കമ്പ്യൂട്ടറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും മനുഷ്യന്മാരുടെ കേസിലാണെന്നുണ്ടെങ്കിലും ഒരു ഗോൾ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ സിസ്റ്റവും അതിന് വേണ്ടി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മെമ്മറി അല്ലെങ്കിൽ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്ന കേസ് വ്യത്യാസമുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരു PC-യിൽ നമ്മളൊരു വീഡിയോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ ഉണ്ടാവും എത്ര കൊല്ലം കഴിഞ്ഞാലും. അത് ഡിലീറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്തപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ടാവുക. പക്ഷേ മനുഷ്യന്മാരുടെ മെമ്മറി അങ്ങനെയല്ല വർക്ക് ചെയ്യണത്. നമ്മളൊരു കാര്യം നമ്മളൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില സമയത്ത് അതിൻ്റെ ചില ഫീച്ചേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അടുത്ത ഫ്ലാഷ് ബാക്കിൽ ഇതിൽ കാണാത്ത ഫീച്ചേഴ്സ് നമ്മൾ അതിൽ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു മെമ്മറി ഒരു ഫ്ലാഷ് ബാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. അത് ലാസ്റ്റ് പീരീഡാണ്. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. കുട്ടികളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ടീച്ചർ വന്ന പോലെ എല്ലാവരും സൈലൻ്റായി. ടീച്ചർ പേപ്പർ തരാൻ തുടങ്ങി. നിങ്ങളെ പേര് വിളിച്ചു, നിങ്ങൾക്ക് പേപ്പർ തന്നു, നിങ്ങൾക്ക് D ആണ് കിട്ടിയത്. അന്ന് വീട്ടിലേക്ക് പോകാൻ പേടിയാണ്, കാരണം ലാസ്റ്റത്തെ മോഡൽ എക്സാമാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ D കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓല എന്തായാലും നല്ല ചീത്ത പറയും. അപ്പോൾ ആ ഒരു പേടി, ആ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നു വിചാരിക്കാം. നിങ്ങൾ സ്കൂളിലേക്ക് പോയപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റപ്പ് ഉണ്ടായപ്പോഴോ ആ ഒരു സംഭവങ്ങൾ ഓർമ്മയിലേക്ക് വന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ഒരു ഫ്ലാഷ് ബാക്ക് വരികയാണ്. പക്ഷേ അതെങ്ങനെ വന്നത്? ലാസ്റ്റ് പീരീഡാണ്. ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നതും പേപ്പർ തരുന്നതൊക്കെ സെയിം മെമ്മറി തന്നെയാണ്. പക്ഷേ അവിടെ നിങ്ങൾക്ക് ആ ബോർഡിൽ എഴുതിയ ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ട്. 14 ഫെബ്രുവരി 2016. ടീച്ചർ ഇട്ട സാരി, അതുപോലെ തന്നെ ടീച്ചർ പേപ്പർ തന്നതിന് ശേഷം നിങ്ങളോട് എന്താ പറയുക നിങ്ങൾ അഡ്വൈസ് ചെയ്യാണ്
ഇനി നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ നോക്കണം, ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊന്നും ഫസ്റ്റ് പ്രാവശ്യം ഫ്ലാഷ് ബാക്ക് വന്നപ്പോൾ ഓർമ്മ വന്നിട്ടില്ല. ഇപ്പോൾ ഓർമ്മ വന്നു. ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, വീട്ടിൽ കാണിച്ചു കൊടുക്കാൻ പേടിയുണ്ട്, കിട്ടിയ പേപ്പർ D ആണ്, മാർക്കില്ല, ആ സംഭവങ്ങളൊക്കെ സെയിം ആണെങ്കിൽ പോലും അതിലുള്ള എലമെൻറ്റ്സ് മാറിയിട്ട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പണ്ടത്തെ ഏതെങ്കിലും കാര്യം ഒരു വട്ടം ഓർമ്മ വരുമ്പോൾ ഒരു രീതിയിൽ, പിന്നെ വട്ടം ഓർമ്മ വരുമ്പോൾ വേറെ ഡീറ്റെയിൽസ് വരുന്നതൊക്കെ. കാരണം എന്താ വെച്ചാൽ യൂസിങ് അവർ മെമ്മറി ചേഞ്ചസ് ദ മെമ്മറി. നമ്മളെ ബ്രെയിൻ ഞാൻ പറഞ്ഞല്ലോ ഓരോ പാറ്റേൺസുകളായിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ പല സമയത്തും ബബിൾ ചെയ്യുന്ന ഫാക്റ്റുകൾ വ്യത്യാസം ഉണ്ടാവും. ഇനി ലേണിംഗ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോഗറ്റിങ്ങിനെ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് ഡിസയറബിൾ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൂൾസുകളൊക്കെ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ടൂൾസുകളൊക്കെ ഈ ഡിസയറബിൾ ഡിഫിക്കൽട്ടീസിൽ പെട്ടതാണ്. റോബർട്ട് ബുജോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് ഉണ്ട്, മുമ്പ് പറയുന്ന സംഭവമാണ്. അതായത് ലോങ് ടേമിൽ നമ്മളെ റിട്ടൻഷൻ, നമ്മളെ മെമ്മറി എൻഹാൻസ് ചെയ്യും, നമുക്ക് ഉപകാരമുള്ള സംഭവമാണ്. പക്ഷേ ഷോർട്ട് ടേമിൽ നമ്മൾ മൈൻഡ്ലെസ്ലി പഠിക്കുന്നേക്കാൾ കൂടുതൽ കുറച്ചുകൂടി നമുക്ക് എഫേർട്ട് ഇടേണ്ടി വരും. അതായത് ഡിസയറബിൾ ഡിഫിക്കൽട്ടീസ്, ആ പേര് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് ആക്ച്വലി ഉപകാരമുള്ള ഡിഫിക്കൽട്ടീസാണ് അതൊക്കെ. ലേണിംഗ് ഈസ് ഡീപ്പർ ആൻഡ് മോർ ഡ്യൂറബിൾ വെൻ ഇറ്റ് ഈസ് എഫേർട്ട്ഫുൾ. ലേണിംഗ് ദാറ്റ് ഈസ് ഈസി ഈസ് ലൈക്ക് റൈറ്റിംഗ് ഇൻ എ സാൻഡ്, ഹിയർ ടുഡേ ഗോൺ ടുമോറോ. ഇത് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നൊരു സംഭവമാണ്. നമ്മുടെ മൈൻഡിൽ ഒരു സാധനം നമുക്ക് ഈസി ആയിട്ട് പഠിക്കണം എന്നുള്ള ചിന്താഗതിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി മണലിൽ എഴുതുന്ന പോലെയാണ്, അവിടെ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോവും. ശരിക്ക് എഫേർട്ട്ഫുൾ ആയിട്ടുള്ള, നമ്മൾ ശരിക്കും കോൺസെൻട്രേഷൻ കൊടുത്ത് നമ്മൾ റീകോളിംഗ് ഒക്കെ ചെയ്ത് ആലോചിച്ച് പണിയെടുത്താണ്ട് പഠിക്കുമ്പോഴാണ് അത് നമ്മളെ മെമ്മറിയിൽ ഡ്യൂറബിളായിട്ട് നിൽക്കുക. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ ഡിസയറബിൾ ഡിഫിക്കൽട്ടീസ് മെയിനായിട്ട് എംഫസൈസ് ചെയ്യുന്നത്. ആ സംഭവങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമാണ് ഹെർമൻ എബിംഗസിൻ്റെ ഫോഗറ്റിംഗ് കർവ്. ഇത് എബിംഗസ് പബ്ലിഷ് ചെയ്യണത് 1880s. ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചതിൻ്റെ 50% ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ 50% കൂടുതൽ ഇൻഫോർമേഷൻ നമ്മൾ മറന്നുകൊണ്ട് പിന്നീട് ഒരു 31 ദിവസമൊക്കെ ആകുമ്പോൾ ആകെ 21% നമ്മൾ ഓർമ്മയിൽ നിൽക്കണുള്ളൂ. അതായത് ഇപ്പോൾ ഇന്ന് നമ്മളൊരു 100 വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ, വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസമൊക്കെ നോക്കുമ്പോൾ വെറും അതിൽ 21 വേർഡ്സൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഇതിൻ്റെ സാമ്പിൾ സൈസ്, അതായത് നമ്മളിപ്പോൾ ഒരു സാധനം ടെസ്റ്റ് ചെയ്യുമ്പോൾ, സ്റ്റഡി നടത്തുമ്പോൾ കുറേ ആൾക്കാർ എടുത്താണ്ടാണല്ലോ ചെയ്യുക നോർമലി. പക്ഷേ ഇവിടെ സാമ്പിൾ സൈസ് എബിംഗസ് മാത്രമായിരുന്നു. അതായത് മൂപ്പര് മേൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മൂപ്പര് ടെസ്റ്റ് ചെയ്തത് നോൺസെൻസ് സിലബിൾസ് വെച്ചാണ്ടാണ്. നോൺസെൻസ് സിലബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരന്നെ ഇതുവരെ എന്താ പറയുക അർത്ഥമൊന്നും ഇല്ലാത്ത, അതായത് നമ്മളെ ആൽഫബറ്റിക് ഇതിലൊന്നും അർത്ഥങ്ങളില്ലാത്ത വാക്കുകൾ മൂപ്പരന്നെ ഉണ്ടാക്കിയിട്ട് അത് എത്രത്തോളം മെമ്മറിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്താണ്. അതായത് ഇപ്പോൾ ZOF ഇത് മൂന്നും കൂട്ടിക്കാണ്ട് സോഫ് എന്നുള്ളൊരു വാക്ക്, അങ്ങനെ രീതിയിൽ നോൺസെൻസ് സിലബിൾസ് ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് എത്രത്തോളം മെമ്മറിയിൽ നിൽക്കും എന്നുള്ള കാര്യമാണ് ടെസ്റ്റ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇതെന്താ വെച്ചാൽ അർത്ഥമില്ലാത്ത സംഭവങ്ങളാണല്ലോ. അപ്പോൾ ഇത് ആർക്കാണെന്നുണ്ടെങ്കിലും മെമ്മറിയിൽ വെക്കാൻ കുറച്ച് പണിയേക്കാരം, അപ്പോൾ നമ്മൾ മറക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഫോഗറ്റിംഗ് കർവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ല, ഇതിൽ കുറച്ച് ഇൻഫർമേഷൻ മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം തിരുത്തിക്കാണ്ടാണ് 1978 മാത്യു എർഡെല്ലി അതുപോലെ തന്നെ ജെഫ് ക്ലൈൻബാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാരും ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പൻസിന് എന്താ കാണിച്ചു കൊടുത്തു വെച്ചാൽ ഒരു 60 പിക്ചേഴ്സ് 5 സെക്കൻഡ്, ഓരോ പിക്ചേഴ്സും 5 സെക്കൻഡ് വെച്ചാണ്ട് ഷൂ, ടേബിൾ, ക്ലോത്ത് ഇങ്ങനത്തെ സിമ്പിൾ ഒബ്ജക്റ്റുകളുടെ 60 പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇവർക്ക് എത്രത്തോളം ഇത് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്റ്റഡിയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആവറേജ് ആയിട്ട് ഒരു 27 ഒബ്ജക്റ്റിൻ്റെ പേര് എഴുതാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് എങ്ങനെ വെച്ചാൽ കാണിക്കുന്നത് പിക്ചേഴ്സാണ്, അതിൻ്റെ ഒപ്പം പേരില്ല. പിന്നീട് ടെസ്റ്റിൽ അത് എന്താണോ കണ്ടത് അതിൻ്റെ പേര് എഴുതണം, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ടെസ്റ്റിൽ ഏകദേശം ആവറേജ് ഓൾക്ക് ഒരു 27 സാധനത്തിൻ്റെ പേര് കിട്ടി. പിന്നീട് 10 മണിക്കൂർ കഴിഞ്ഞിട്ട് 10 hours കഴിഞ്ഞിട്ട് നടത്തിയ ടെസ്റ്റിൽ ഓൾക്ക് ഏകദേശം 32 സാധനത്തിൻ്റെ പേര് കിട്ടി, വീണ്ടും പഠിക്കാതെ. പിന്നീട് 24 മണിക്കൂർ കഴിഞ്ഞാണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ 34 ഒബ്ജക്ട്സിൻ്റെ പേര് കിട്ടി. പിന്നീട് ഏകദേശം 4 ദിവസമൊക്കെ കഴിഞ്ഞാണ്ട് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞാണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ 38ഓളം ഒബ്ജക്ട്സിൻ്റെ പേര് പോലെ മൈൻഡിലേക്ക് വന്നു. അപ്പോൾ ഇത് കാണിക്കണം എന്താ വെച്ചാൽ ആദ്യം 27 ഉള്ളൂ, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ 32, 34, 38. അപ്പോൾ ഹെർമൻ എബിംഗസിൻ്റെ ഫോഗറ്റിംഗ് കർവിന് ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഹെർമൻ എബിംഗസിൻ്റെ ഫോഗറ്റിംഗ് കർവിൽ ആദ്യം നമ്മൾ പഠിച്ച സാധനങ്ങൾ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ പകുതിയോളം നമുക്ക് ലോസ് ആവുന്നു. പിന്നീട് ഏകദേശം 1 മാസം ആകുമ്പോഴത്തേനും അതിൻ്റെ 21% നമുക്ക് ഓർമ്മ കിട്ടണുള്ളൂ. എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ കണ്ടക്ട് ചെയ്ത സ്റ്റഡിയിൽ ആദ്യം ഒരു 27 ഓർമ്മ ഉള്ളൂന്നുണ്ടെങ്കിൽ പിന്നീട് 32, 34, 38 എന്നുള്ള രീതിയിൽ കൂടിപ്പോയി കാണും ഓരോ മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആക്ച്വലി സംഭവിക്കണം എന്താ വെച്ചാൽ റെമിനിസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. റെമിനിസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സാധനം പഠിച്ചുകൊണ്ട് നമുക്ക് ആക്ച്വലി മീനിങ് ഉള്ള അർത്ഥമുള്ള എന്തെങ്കിലും സംഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് വീണ്ടും കൂടുതൽ നമ്മളെ ഓർമ്മയിലേക്ക് വരും എന്നുള്ളൊരു സംഭവമാണ്. അത് മെയിനായിട്ട് സംഭവിക്കുക എവിടെ വെച്ചാൽ നമുക്ക് ആക്ച്വലി മീനിങ് ഉള്ള അർത്ഥമുള്ള സംഭവങ്ങൾ പഠിക്കുമ്പോഴാണ്. മറ്റോടത്ത്
ഫോർഗെറ്റിംഗ് കെർവിൽ നോൺസെൻസ് സിലബസ് ആയിരുന്നു. ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും, ZOF എന്നൊക്കെയുള്ള രീതിയിൽ അർത്ഥമില്ലാത്ത വാക്കുകളായിരുന്നു. അതുകൊണ്ടാണ് അതെന്താണ് ഒറ്റയടിക്ക് മറന്നു പോകുന്നത്. പക്ഷെ ഇവിടെ ഓൾക്ക് ഓൾറെഡി അറിയുന്ന അർത്ഥമുള്ള സാധനങ്ങൾ, ഷൂ, ടേബിൾ, ക്ലോത്ത്, ഇങ്ങനത്തെ പിക്ചേഴ്സ് ആകുമ്പോൾ ഈ പിക്ചേഴ്സ്, ഡ്രോയിങ്സ്, അല്ലെങ്കിൽ കവിത, അല്ലെങ്കിൽ കഥ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൂടുതൽ എന്താ പറയുക നമ്മളെ മനസ്സിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുടെ കേസിൽ ആദ്യം നമ്മൾ പഠിച്ചത് കുറച്ച് കാലം നമുക്ക് എന്ത് ചെയ്യും, മെമ്മറിയിലേക്ക് കൂടുതൽ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, കുറഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഫോർഗെറ്റിങ്ങിൻ്റെ കേസിൽ 2 ടെൻഡൻസി ഉണ്ട്. ഒന്ന് DK, അതായത് നമുക്ക് അർത്ഥമില്ലാത്ത സംഭവം നമ്മൾ ഫാക്റ്റുകൾ കാണാപ്പാടം പഠിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ റെമിനിസെൻസ്, നമ്മൾ ആദ്യം പഠിച്ച സാധനങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊന്ന് കൂടും, അതിൻ്റെ നമ്മളെ മെമ്മറി ഒന്ന് കൂടും, പിന്നെ കുറയുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ലേണിംഗ് അല്ലെങ്കിൽ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടൂൾസുകൾ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ സ്പേസിങ് എന്നുള്ള സംഭവം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് 1 മാസം കഴിഞ്ഞിട്ട് ഒരു എക്സാം വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ ടോപ്പിക്ക് ഇന്നാണ് ക്ലാസ്സിൽ ഫിനിഷ് ചെയ്തത് ടീച്ചർ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ആ എക്സാമിൻ്റെ തലേന്ന് ഒരു 6-7 മണിക്കൂർ ഇരുന്നാണ്ട് അത് മൊത്തം പഠിക്കാൻ പറ്റും. എന്നിട്ട് എക്സാം പോയി എഴുതാം. അങ്ങനെ പ്ലാൻ ചെയ്യാം. അതൊന്ന്. സ്പേസിങ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാണ്. ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂറാണ് ടോട്ടൽ ടൈം അലോ ചെയ്തിട്ടുള്ളത് ഈ ഒരു എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പേസിങ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ആ അടുത്ത ദിവസം തന്നെ ആ കൺസെപ്റ്റ് ഫുള്ള് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ സ്പെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അത് ഫുള്ള് ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിലൊക്കെ ക്ലിയർ ചെയ്യാം. എന്നിട്ട് പിന്നെ ഒരു 1-2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഈ പഠിച്ചത് ഒന്നുകൂടി റിവ്യൂ ചെയ്യുക. അതിനൊരു 2 മണിക്കൂർ എടുക്കും വിചാരിക്കാം. ഫസ്റ്റ് ദിവസം ഒരു 3 മണിക്കൂർ, പിന്നെ ഒരു 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 2 മണിക്കൂർ എടുക്കും വിചാരിക്കാം. പിന്നെ ആ പഠിച്ച ദിവസം അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എടുത്താണ്ട് അത് റിവ്യൂ ചെയ്യാം. ഒരു 1 മണിക്കൂർ കൂട്ടാം. 1 മണിക്കൂർ എടുത്താണ്ട് ഇപ്പോൾ പഠിച്ച സംഭവം ഒന്നുകൂടി മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതൊന്ന് റിവ്യൂ ചെയ്യാം. ആദ്യം പഠിക്കാനെടുത്ത ടൈം എന്തായാലും ഇപ്പോൾ എടുക്കില്ല, കാരണം നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യണുള്ളൂ. പിന്നെ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഒരു എക്സാമിൻ്റെ തലേന്ന് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഏകദേശം ഒരു 1 മണിക്കൂർ ആ ഒന്നുകൂടി റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ ആ സംഭവങ്ങളൊക്കെ, ആ പഠിച്ച സംഭവങ്ങളൊക്കെ നല്ല ഡീപ്പായിട്ട് സ്റ്റോർ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ റീകോൾ ചെയ്താണ്ട് അത് എഴുതാൻ പറ്റും. നമ്മളിപ്പോൾ 6-7 മണിക്കൂർ എക്സാമിൻ്റെ തലേന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും എക്സാമിന് നല്ല മാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ആ സംഭവങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്പേസിങ് വെച്ചാണ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ സമയത്ത് നമുക്ക് അവിടെ കുറച്ച് ഫോർഗറ്റിംഗ് ഉണ്ടാവും. നമ്മൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മറക്കും. പിന്നെ നമ്മൾ വീണ്ടും അത് റീകോൾ ചെയ്താണ്ട് വീണ്ടും അത് പഠിക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഇങ്ങനെ കൂടി ഇങ്ങനെ വരും. അപ്പോൾ നമുക്കത് ലോങ് ടേം റിട്ടൻഷന് ഭയങ്കര ഉപകാരകരം. ഇനി രണ്ടാമത്താണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നുള്ളത്. അതായത് നമ്മൾ എന്തൊരു സംഭവം പഠിക്കുമ്പോഴും നമ്മളെ ബ്രെയിന് ആ പഠിക്കുന്ന സംഭവം നോട്ടീസ് ചെയ്യും, അതുപോലെ തന്നെ അവിടുത്തെ എൻവയറമെൻറ്റ് നോട്ടീസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അവിടെ കേൾക്കുന്ന സൗണ്ട്, അവിടെയുള്ള സ്മെല്ല്, അവിടുത്തെ ബാക്കി എന്തൊക്കെ പ്രത്യേകത ഉണ്ടോ അതൊക്കെ നമ്മളെ മെമ്മറിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതേ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന കോണ്ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ക്യൂസുകൾ, ഇങ്ങനത്തെ സ്മെല്ല്, സൗണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എക്സാം എഴുതുമ്പോഴും നമുക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മെമ്മറി കിട്ടാൻ വേണ്ടിയിട്ട് ആ മെമ്മറി നമ്മളെ മനസ്സിലേക്ക് വരാൻ സുഖമാണ്, ഒന്നുകൂടി ഈസിയാണ്. അതൊരു സിമ്പിൾ എക്സാമ്പിളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, നല്ലൊരു ഇമോഷണലി അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി വിചാരിച്ചോ, നല്ല വീട്ടിലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി വിചാരിച്ചോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് നിങ്ങളെ മദർ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കി തരും വിചാരിച്ചോ. പിന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു 20-25 വയസ്സായിട്ട് കുറേ കാലങ്ങളൊക്കെ കഴിച്ചിട്ടില്ല. പിന്നീട് വേറെ ഏതെങ്കിലും ഹോട്ടലിലോ വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയപ്പോൾ ഇതേ സാധനം ഇതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ മെമ്മറിയൊക്കെ ഫ്ലാഷ് ബാക്ക് വരില്ലേ. അപ്പോൾ അതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ക്യൂസുകൾ അതിന് കൊടുക്കാൻ പറ്റുമോ, നമ്മൾ പഠിക്കുന്ന സാധനത്തിന് നമ്മളെ എൻവയറമെൻറ്റിൽ സൗണ്ട്, സ്മെല്ല് ഇങ്ങനെയൊക്കെ വെച്ചാൽ ഒരുപാട് ക്യൂസുകൾ കൊടുക്കാൻ പറ്റുമോ, അത്രത്തോളം നമ്മളത് മെമ്മറിയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഒരേ സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് എന്നും പഠിക്കുന്നത്, ഒരേ സമയത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ക്യൂസുകളെ ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഉണ്ടാവുള്ളൂ. അവിടെയുള്ള ആ ഒരു എൻവയറമെൻറ്റ്, അവിടെയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രെയിൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നുള്ളത്. അതായത് നമ്മൾ കുറച്ച് നേരം റൂമിൽ നിന്ന് പഠിക്കുന്നു, പിന്നെ കുറച്ച് നേരം പുറത്തുകൂടെ നടന്നാണ്ട് പഠിക്കുന്നു, പിന്നെ കുറച്ച് നേരം കഫേയിൽ പോയി പഠിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പല സ്ഥലത്തു നിന്നുള്ള പല എൻവയറമെൻറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ, ക്യൂസുകളൊക്കെ ആ ഒരു സെയിം സാധനത്തിന്മേൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മെമ്മറിക്ക് പോകുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും, എക്സാമിന് നമുക്ക് ഇതിലേതെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ മെമ്മറി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു എൻവയറമെൻറ്റിനെക്കാട്ടും ബെറ്ററാണ് എന്ത് പല എൻവയറമെൻറ്റിൽ നിന്ന് പഠിക്കണം എന്നുള്ളത്. ഇത് ഞാൻ റീസെൻ്റായിട്ട് മനസ്സിലാക്കിയൊരു സംഭവമാണ്. ഇനി മൂന്നാമത്തെ ടൂളാണ് ഇൻ്റർലീവിങ്. ഇൻ്റർലീവിങ് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള സ്കില്ലുകളോ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കുകളോ മിക്സ് ചെയ്താണ്ട് പഠിക്കാം. ഇപ്പോൾ ഞാൻ CA ഇൻ്റർലി പഠിക്കുമ്പോൾ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധികം പുറത്തുനിന്നുള്ള ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്നുള്ള ഫാക്കൽറ്റീസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർക്ക് പാഠം തീർക്കാൻ വേണ്ടിയിട്ട് വല്ലതും ചെയ്യും, ഒരു 15 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമൊന്നുമില്ല, ഒരു 10-15 ദിവസമൊക്കെ അടുപ്പിച്ച് ക്ലാസ് എടുക്കും. അപ്പോൾ ഒരുപാട് ചാപ്റ്റർ തീരും. ഓർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കാലം ഇവിടെ നിന്നാണ്ട് അതിൻ്റെ ഉള്ളിൽ തീർത്താണ്ട് പെട്ടെന്ന് പോകാൻ പറ്റും. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ മാസ്ഡ് പ്രാക്ടീസ് ക്രാമിംഗ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു വേറെ വേർഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ദിവസം നമുക്ക് അടുപ്പിച്ച് കിട്ടുകയാണ്, ഒരുപാട് ചാപ്റ്റർ തീരും. പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാവണതിൻ്റെ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്
പല ഡിഫറൻറ്റ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കണേക്കാട്ടും വളരെ കുറവായിരിക്കും ഒറ്റൊരു സാധനം കുറേ കാലം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അവിടെയാണ് ഇൻ്റർലീവിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. ഇൻ്റർലീവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഠിത്തത്തിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കുറച്ച് നേരം ബയോളജി പഠിക്കുന്നു, കുറച്ച് നേരം മാത്സ് പഠിക്കുന്നു, കുറച്ച് നേരം ഇംഗ്ലീഷ് പഠിക്കുന്നു, കുറച്ച് നേരം സോഷ്യൽ പഠിക്കുന്നു. ആ രീതിയിൽ പല ടോപ്പിക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്താണ്ട് പഠിക്കാം. അവിടെ എന്താ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സംഭവങ്ങളും നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ ആക്ടിവിറ്റീസ് സ്വിച്ച് ചെയ്യല്ല കേട്ടോ, റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. കുറച്ച് നേരം പഠിക്കുന്നു പിന്നെ സിനിമ കാണണം, അങ്ങനെയല്ല, റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിക്കുന്നു, ഈ വിഷയം പഠിക്കുന്നു, അടുത്ത വിഷയം പഠിക്കുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സംഭവം സ്വിച്ച് ചെയ്യുമ്പോഴും ആ ഒരു പുതിയ സാധനം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒന്നായിട്ട് പഠിക്കണേക്കാട്ട് ബെനിഫിറ്റ് ഉണ്ടാവും. നാലാമത്താണ് വാരിയിങ്. ഇപ്പോൾ ഇൻ്റർലീവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ അല്ലെങ്കിൽ റിലേറ്റഡ് സ്കില്ലുകൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വാരിയിങ് എന്ന് പറഞ്ഞാൽ ഒറ്റ സാധനം നമ്മൾ പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ രണ്ടും കൺഫ്യൂസ് ആവുണ്ടാവും എനിക്കും അതിനും. അപ്പോൾ അത് സിമ്പിളി ഒരു എക്സാമ്പിളിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഫുട്ബോളിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഫുട്ബോളിൽ ഇൻ്റർലീവിംഗ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുട്ബോളിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, നമുക്ക് ഡ്രിബ്ലിംഗ് ഉണ്ട്, അതുപോലെ ഷൂട്ടിംഗ് ഉണ്ട്, അതുപോലെ എൻഡ്യൂറൻസ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളും നോക്കുമല്ലോ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻ്റർലീവിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് എൻഡ്യൂറൻസിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുക. അതായത് കുറേ ലോങ് ഡിസ്റ്റൻസ് ഇങ്ങനെ റൗണ്ട് സർക്കിളായിക്കാണ്ട് ഇങ്ങനെ ഓടിയാണ്ട് എത്രത്തോളം സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുക. പിന്നെ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ഡ്രിബ്ലിംഗ് പ്രാക്ടീസ് ചെയ്യുക. ബോൾ കൺട്രോളും ജഗിളിങ്ങും ഷോട്ടായിക്കാണ്ട് നമ്മൾ പാസ് കൊടുക്കുന്നതും അങ്ങനെ ഡ്രിബ്ലിംഗ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഇതെന്താ വെച്ചാൽ ഈ മൂന്നും റിലേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ ഒരേതല്ല, സിമിലർ ആയിട്ടുള്ള സ്കില്ലുകളാണ് ഫുട്ബോളിൽ തന്നെ വരുന്നത്. അതാണ് ഇൻ്റർലീവിങ്, പലതും ഇങ്ങനെ മിക്സ് ആയിക്കാണ്ട് ചെയ്യുന്നത്. അതേസമയം വാരിയിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഷൂട്ടിംഗ് എടുക്കാം. ആ ഷൂട്ടിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെനാൾട്ടി ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് പോസ്റ്റിൻ്റെ നേരെ നടുവിൽ നിന്നാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രീ കിക്ക് എടുക്കാൻ പറ്റും, ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ ത്രോ ലൈൻ്റെ അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒരു സാധനം തന്നെ പല രീതിയിൽ ചെയ്യുന്നതിന് വാരിയിങ്ങും, ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മിക്സ് ആക്കിയാണ് ചെയ്യുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സാധനങ്ങൾ മിക്സ് ആക്കി ചെയ്യുന്നതിന് ഇൻ്റർലീവിംഗ് എന്നും പറയും. ഇനി അഞ്ചാമത്താണ് ടെസ്റ്റിങ്. അപ്പോൾ ഫോർഗെറ്റിങ്ങിനെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന, അതായത് നമ്മളൊരു സാധനം മറക്കുന്നതിനെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ആക്ച്വലി നടന്നൊരു സ്റ്റഡി വെച്ചുകൊണ്ട് പറഞ്ഞുതരാം. കൊളംബിയയിലെ ഒരു മിഡിൽ സ്കൂളിൽ അവിടുത്തെ റിസർച്ചേഴ്സ് എന്ത് ചെയ്തു, അവിടുത്തെ മെറ്റീരിയൽ ആ കുട്ടികൾക്ക് ആ ഒരു സെമിസ്റ്ററിൽ പഠിക്കാനുള്ള മെറ്റീരിയൽ രണ്ടായിക്കാണ്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു പാർട്ട് ഓലെന്ത് ചെയ്തു, ഒരു വട്ടം പഠിപ്പിച്ചു, എന്നിട്ട് 3 വട്ടം ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് പറഞ്ഞാൽ ക്വിസ് വെച്ചാണ്ട് എക്സാം പോലെ തന്നെ. ഒരു പാർട്ട് എന്ത് ചെയ്തു, ഓർക്ക് പഠിപ്പിച്ചു കൊടുത്തു, എന്നിട്ട് 3 വട്ടം റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. അതായത് ഒരു വട്ടം പഠിച്ചാണ്ട് ഓർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 വട്ടം വീണ്ടും സെൽഫായിട്ട് സ്റ്റഡി ചെയ്യാം. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ എക്സാം നടത്തിയപ്പോൾ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വിസ് ചെയ്ത മെറ്റീരിയൽ ഉണ്ടല്ലോ, അതായത് അതിൻ്റെ ഒരു പാർട്ട് ഒരു വട്ടം പഠിപ്പിച്ചാണ്ട് 3 വട്ടം ടെസ്റ്റ് ചെയ്തത്, അതിൽ കുട്ടികൾ A- സ്കോർ ചെയ്തു. ഒരു വട്ടം പഠിച്ചാണ്ട് പിന്നെ 3 വട്ടം വീണ്ടും സെൽഫായിട്ട് റീഡ് ചെയ്ത സ്റ്റഡി ചെയ്ത മെറ്റീരിയലിൻ്റെ പാർട്ടിൽ ഓല് സ്കോർ ചെയ്തത് C+ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ടെസ്റ്റിങ്ങിൻ്റെ പവർ. നമ്മൾ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുന്നതിൻ്റെ പകരം, ഒരു മെറ്റീരിയൽ തന്നെ വീണ്ടും വായിക്കുന്നതിൻ്റെ പകരം നമ്മൾ ഒരു വട്ടം പഠിച്ചുകൊണ്ട് വീണ്ടും അത് ടെസ്റ്റ് ചെയ്താണ്ട് നമ്മളെ മെമ്മറിയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുമ്പോൾ 2 സ്ട്രെങ്ത്തുകൾ അവിടെ ഇൻക്രീസ് ആവുന്നുണ്ട്. ഒന്ന് റിട്രീവൽ സ്ട്രെങ്ത്തും, രണ്ടാമത്തെ സ്റ്റോറേജ് സ്ട്രെങ്ത്തും. സ്റ്റോറേജ് സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഡീപ്പായിട്ട് ഒരു കൺസെപ്റ്റ്, അതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാമെന്നുള്ളത്. സ്റ്റോറേജ് എത്രത്തോളം ഡീപ്പായിട്ട് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ആയിക്കണം എന്നുള്ളത്. രണ്ടാമത്താണ് റിട്രീവൽ സ്ട്രെങ്ത്ത്. റിട്രീവൽ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറേജിലുള്ള സാധനം എത്ര പെട്ടെന്ന് നമ്മളെ മൈൻഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വേറെയുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എക്സാമിൽ എഴുതാനോ നമ്മളെ മൈൻഡിലേക്ക് അത് വരണം, നമ്മൾ ഓർമ്മയിലേക്ക് വരണം, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സ്റ്റോറേജ് സ്ട്രെങ്ത്ത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, റിട്രീവൽ സ്ട്രെങ്ത്ത് ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഡീപ്പായിട്ട് മെമ്മറിയിൽ അത് ഉണ്ടാവും, പക്ഷെ നമ്മൾ എക്സാമിലൊന്നും എഴുതാൻ കിട്ടില്ല. അതേപോലെ തന്നെ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സ്റ്റോറേജ് സ്ട്രെങ്ത്ത് വളരെ കുറവായിരിക്കും. നമ്മളെ ലോങ് ടേം മെമ്മറിയിൽ അത് ഡീപ്പായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ റിട്രീവൽ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും, കാരണം അത് ഷോർട്ട് ടേം മെമ്മറിയിലാണ് നിൽക്കുന്നത്, നമുക്ക് പെട്ടെന്ന് എഴുതാൻ കിട്ടും. അപ്പോൾ എന്താണാവുക, ആ സാധനം നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ആവും. കുറച്ച് മുമ്പ് ഞാനൊരു കോട്ട് വായിച്ചിരുന്നല്ലോ, ഈസി ആയിട്ടുള്ള ലേണിംഗ് എന്ന് പറയുന്നത് മണലിൽ എഴുതുന്ന പോലെയാണ്, ഹാർഡ് ആൻഡ് എഫേർട്ട്ഫുൾ ആയിട്ടുള്ള ലേണിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറേ കാലം നിൽക്കുള്ളൂ എന്നുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ടെസ്റ്റിംഗ് എന്നുള്ളത്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫേർട്ട്ഫുൾ ആയിട്ട് എത്രത്തോളം എഫേർട്ട് എടുത്തുകൊണ്ടാണ് ആ സംഭവം നമ്മൾ റീകോൾ ചെയ്യുന്നത്, അത്രത്തോളം നമ്മളെ മെമ്മറിയിൽ അത് ലോങ് ടേം ആയിക്കാണ്ട് നിൽക്കും. അധിക സ്റ്റുഡൻസിൻ്റെയും അല്ലെങ്കിൽ സ്കൂളത്തെ ടീച്ചർമാരൊക്കെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഓരൊക്കെ ഈ ടെസ്റ്റിങ്ങിനെ അല്ലെങ്കിൽ എക്സാംസിനൊക്കെ ഒരു മെഷർമെൻറ്റ് ടൂളായി കണ്ട് മാത്രമാണ് കാണുന്നത്. പക്ഷേ ആക്ച്വലി ഇതൊരു സ്റ്റഡി ടൂളാണ്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ വീണ്ടും ഡീപ്പായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും ടീച്ചർമാരാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു ആങ്സൈറ്റിയോട് കൂടെയാണ് കാണാം. ഇപ്പം കൂടുതൽ എക്സാമുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്കൊരു പേടിയൊക്കെ എന്ത്, നമുക്കിപ്പോൾ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഇനി മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, D കിട്ടിയാൽ എന്താ ഉണ്ടാവുക, C കിട്ടിയാൽ എന്താ ഉണ്ടാവുക എന്നൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ വരും. ഇനി ലാസ്റ്റ് വണ്ണാണ്, ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവമാണ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, സ്ലീപ്പ്. അപ്പോൾ സ്ലീപ്പിന് 2 ബെനിഫിറ്റുകളുണ്ട്.
നമ്മൾ പഠിക്കുന്നതിന് മുമ്പും സ്ലീപ്പ് അത്യാവശ്യമാണ്, പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷവും സ്ലീപ്പ് അത്യാവശ്യമാണ്. ന്യൂറോ സയൻറ്റിസ്റ്റ് മാത്യു വാൾക്കർ അല്ലെങ്കിൽ മാറ്റ് വാൾക്കർ എന്ന് വിളിക്കുന്ന മൂപ്പരെ ബുക്കുണ്ട് വൈ വി സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ പറയുന്ന ഒരു സംഭവമാണ് സ്ലീപ്പ് ബിഫോർ ലേണിംഗ് റിഫ്രഷസ് അവർ എബിലിറ്റി ടു മേക്ക് ന്യൂ മെമ്മറീസ്. സ്ലീപ്പ് ആഫ്റ്റർ ലേണിംഗ് ഹെൽപ്സ് സിമെന്റ് ദോസ് മെമ്മറീസ് ആൻഡ് പ്രിവെൻറ്റ്സ് ഫോർഗെറ്റിംഗ്. അപ്പോൾ സ്ലീപ്പിൻ്റെ 2 മെയിൻ സംഭവങ്ങളാണ് ബിഫോറും അതുപോലെ തന്നെ ആഫ്റ്റർ ലേണിങ്ങിലും അത് തരുന്ന ബെനിഫിറ്റ്സ്. ബിഫോർ ലേണിങ്ങിൽ അതിൻ്റെ ഉപകാരം എന്താ വെച്ചാൽ നമ്മൾ ഷോർട്ട് ടൈം മെമ്മറീസൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഹിപ്പോ ക്യാമ്പസിലാണ്. പിന്നീട് അതെന്ത് ചെയ്യുന്നു, നമ്മൾ നിയോ കോർട്ടെക്സിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ലോങ് ടേം മെമ്മറിയിൽ കൺസോൾട്ടേഷൻ എന്ന് പറയാം, മെമ്മറി കൺസോൾട്ടേഷൻ എന്ന് പറയാം, നിയോ കോർട്ടെക്സിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഭാവിയിൽ ഉപകാരപ്പെടും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ തോന്നുന്ന ഇൻഫോർമേഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ ലോങ് ടേം മെമ്മറിക്ക് പോകേണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ആ വർക്കിംഗ് മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് തന്നെ മറന്നു പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഷോർട്ട് ടേം മെമ്മറിയിൽ മര്യാദക്ക് ആ ഇൻഫോർമേഷൻ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അവിടെ നല്ലൊരു സ്ലീപ്പ് വേണം. മാത്യു വാൾക്കറിൻ്റെ റിസർച്ചിൽ കാണിക്കുന്ന സംഭവമാണ് സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിക്കാണ്ട് വരുന്ന സ്റ്റുഡൻസ് നല്ല ഉറങ്ങി വരുന്ന സ്റ്റുഡൻസിനേക്കാളും 40% കുറവ് ഇൻഫോർമേഷൻസ് ഓലെ ഷോർട്ട് ടൈം മെമ്മറിക്ക് അല്ലെങ്കിൽ ഓല് പഠിക്കണുള്ളൂ, ഓല് മനസ്സിലാക്കണുള്ളൂ. പഠിക്കാൻ വേണ്ടിയിട്ട് ഉറക്കം ഒഴിക്കുമ്പോൾ 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് കുറേ നേരം പഠിക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു സംഭവം മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത് സ്റ്റഡിങ്ങിൻ്റെ മുമ്പുള്ള സ്ലീപ്പിൻ്റെ ബെനിഫിറ്റ്. ഇനി സ്റ്റഡിങ്ങിൻ്റെ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ബെനിഫിറ്റാണ് ഈ മെമ്മറി കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളെ നോൺ റെം ഉണ്ടല്ലോ, അതായത് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിൻ്റെ പല സ്റ്റേജുകളുണ്ട്. റെം ഉണ്ട്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലാണ് ഈ നോൺ റെം സ്ലീപ്പിലാണ് ഈ മെമ്മറി കൺസോൾട്ടേഷൻ മെയിനായിട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ സ്ലോ വേവ് സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു സംഭവം നമ്മൾ ഉറങ്ങിയിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ വരുന്ന സ്ലീപ്പാണ് ഏറ്റവും ഡീപ്പ് സ്ലീപ്പ് വരുന്നത്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ പഠിച്ച നമ്മളെ ഷോർട്ട് ടൈം മെമ്മറിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ലോങ് ടൈം മെമ്മറിക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്താണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ പറഞ്ഞു എന്ത് നമുക്ക് മര്യാദക്ക് ക്ലാസ്സിൽ അറ്റൻഷനോ ഫോക്കസോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അവിടെ പഠിക്കുന്നത് നമുക്ക് ഏകദേശം 40% കുറവേ നമുക്ക് തലേക്ക് കയറുള്ളൂ. ഈ പ്രശ്നമാണ് എന്ത് നമ്മൾ ആ പഠിച്ച സംഭവങ്ങൾ തന്നെ ലോങ് ടൈം മെമ്മറിക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് നമ്മൾ സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ. റെം സ്ലീപ്പിലാണ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിലാണ് ഈ പാറ്റേൺസ്, കാര്യങ്ങൾ, കണക്ഷൻസ്, ക്രിയേറ്റിവിറ്റി ആയി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയുന്ന സാധനങ്ങൾ നമ്മളെ ബ്രെയിൻ എടുത്താണ് എന്ത് ചെയ്യും, നമ്മൾ പുതിയ പഠിച്ചതും നമുക്ക് ഓൾറെഡി അറിയുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യണതും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പിലാണ്. അപ്പോൾ ഇത് സെക്കൻഡ് ഹാഫിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഡ്യൂറബിൾ ആയിട്ടുള്ള സംഭവം വരുന്നത് നമ്മൾ ഉറങ്ങിയിട്ടുള്ള ലാസ്റ്റ് പോർഷനിലൊക്കെയാണ്, സെക്കൻഡ് ഹാഫിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് അഫക്റ്റ് ചെയ്യും. അതായത് ഒന്നുമില്ല, നിങ്ങൾ ഭയങ്കര രീതിയിൽ കുറേ നേരം പഠിക്കുന്നുണ്ട് പക്ഷേ സ്ലീപ്പിന് പ്രാധാന്യം കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ, സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ സേവ് ചെയ്യാൻ മറക്കണ മാതിരിയാണ്. അപ്പോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് രാത്രിയിൽ നേച്ചർ വെറുതെ നമുക്ക് തന്നൊരു സംഭവമല്ല. സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് തന്നെയാണ്. അപ്പോൾ അതൊരു ആഫ്റ്റർ തോട്ടായി കാണണ്ട. അപ്പോൾ ഇത്രയും സംഭവമാണ് നമുക്ക് ഇതിൽ പറയാണ്ടായിരുന്നത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.